അപ്പോൾ ഇന്ന് TRC സസ്പെൻഡ് ആവാതിരിക്കാൻ ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് സ്റ്റുഡൻസിൻ്റെ. പിന്നെ നാട്ടിൽ പോയിട്ട് വന്നിട്ട് TRC സസ്പെൻഡ് ആവോ ഇല്ലയോ അങ്ങനത്തെ എല്ലാ കുറേ ഡൗട്ടുകൾ ഇതിലൂടെ ക്ലിയർ ചെയ്യാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ TRC ഇപ്പോൾ ജോർജിയ പഠിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് എന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നാട്ടിൽ പോയി വന്നാൽ TRC സസ്പെൻഡ് ആകുമോ? ഇന്ന് TRC എന്തുകൊണ്ട് സസ്പെൻഡ് ആകാം, അത് ഒഴിവാക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നതിനെല്ലാം കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി ഇതൊരു നല്ല ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇത് കുട്ടികൾക്ക് ഇതൊക്കെ അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങൾക്ക് അറിയാമെന്നുള്ള ഫ്രണ്ട്സിനായാലും ആർക്കായാലും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതും കൂടെ ചേർത്ത് ഞാൻ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്താണ് കാര്യങ്ങൾ, നിങ്ങൾ പോയിട്ട് വന്നാൽ സീനുണ്ടോ ഇല്ലയോ എന്നെല്ലാം നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ എന്നിട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം. ഒരു മടിയും കൂടാതെ കമൻറ്റിലൂടെ ചോദിക്കാം. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഒരു ഇതായിരിക്കും, TRC എന്താണ്? TRC മീൻസ് ടെമ്പററി റെസിഡൻസ് കാർഡാണ്. ഇവിടെ നമുക്ക് സ്റ്റേ ചെയ്യണമെങ്കിൽ ആ കാർഡ് വേണം, ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, നമ്മൾ ഡീപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ കുറേ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്, അതുകൊണ്ട് ഡീപ്പോർട്ട് കാര്യങ്ങളെല്ലാം ഇവിടെ ഇപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റാണ്. അതുകൊണ്ടാണ് TRC ജോർജിയയിൽ നിയമപരമായി ഇവിടെ താമസിക്കാനായാലും അതിനുള്ള കാർഡാണ് ഈ ടെമ്പററി റെസിഡൻസ് കാർഡ്. നമുക്കൊക്കെ ഉണ്ട്, എനിക്ക് 2028 വരെ ഉണ്ട്. അപ്പം അങ്ങനത്തെയൊക്കെ കാര്യങ്ങളാണ് നമുക്കിവിടെ തരും. നമുക്ക് വന്നിവിടെ ഇത് ഇങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ അതൊരു വേറൊരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ ആദ്യം ഇത് മെയിനായിട്ട് ചോദിക്കുന്നതുകൊണ്ട് ഞാനിത് പറയാം. പിന്നെ നാട്ടിൽ പോയാൽ TRC സസ്പെൻഡ് ആകുമോ? ഇതാണ് എല്ലാവർക്കും ഉള്ള ഒരു മെയിൻ ചോദ്യം. ഇത് നാട്ടിൽ പോയത് കൊണ്ട് മാത്രം TRC സ്വന്തമായിട്ടൊന്നും സസ്പെൻഡൊന്നും ആവില്ല. അത് നിങ്ങളൊന്നും പേടിക്കണ്ട, നാട്ടിൽ പോയെന്ന് പറഞ്ഞില്ല. എന്നാൽ മറ്റ് പ്രശ്നങ്ങളുണ്ടെങ്കിൽ നടപടി വരാൻ സാധ്യതയുണ്ട്. വേറെ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ അതിൽ നിങ്ങൾക്ക് സസ്പെൻഡ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ഓരോ കേസും പ്രത്യേകം പരിശോധിച്ച് തീരുമാനം എടുക്കുന്നതാണ്. അവരെല്ലാം അത് നോക്കിയിട്ട് ഓരോന്നായിട്ട് നോക്കിയിട്ട് അവർ തീരുമാനം എടുക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം, സസ്പെൻഡ് ആകാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അത് വെച്ചായിരിക്കും അത് സസ്പെൻഡ് ആക്കുന്നത്, അത് നിങ്ങൾ മനസ്സിലാക്കുക. യൂണിവേഴ്സിറ്റി സ്റ്റാറ്റസിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം കാണും യൂണിവേഴ്സിറ്റി സ്റ്റാറ്റസിൽ. നമ്മളെ പഠനം സ്റ്റോപ്പ് ആവുകയോ, അപ്പോൾ അവരത് നിർത്തും. നമ്മളിവിടെ പഠിക്കാൻ വന്നതാണ്, അപ്പോൾ അത് വെച്ചിട്ട് അവർക്കത് നിർത്താനുള്ള ഇതുണ്ട്. പഠനം നിർത്തുക, എൻറോൾമെൻറ്റ് ഇഷ്യൂ, നമ്മൾ ഫീസ് കറക്റ്റായിട്ട് അടച്ചില്ല, നമ്മൾ പഠിത്തം നിർത്തി എന്നിട്ട് ഇവിടെ നിന്നിട്ട് നമ്മൾ നാട്ടിൽ പോയിട്ട് വരികയാണെങ്കിൽ അവർ നമുക്ക് ഡീപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാ അധികാരവും അവർക്കുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു കാര്യം. പിന്നെ വേറെ പോയിന്റ് എന്ന് പറഞ്ഞാൽ TRC റിന്യൂവൽ സമയത്ത് അപേക്ഷിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ TRC ഇനിയിപ്പോൾ നമുക്ക് ഇപ്പം ചില പിള്ളേരുണ്ട് 2027 മാർച്ച് വരെ തീരും, ചിലപ്പോൾ അവർക്ക് സെപ്റ്റംബർ വരെ ആയിരിക്കും ഇവിടെ ഉള്ളത് നിൽക്കേണ്ടത്. പക്ഷെ അവരത് റിന്യൂ ചെയ്യാതെ തന്നെ അവർ നാട്ടിൽ പോകും. അപ്പോൾ തിരിച്ചു വരുമ്പോൾ അവരിവിടെ കയറ്റൂല. അങ്ങനത്തെ കുറേ വിഷയങ്ങൾ വന്നാൽ നമുക്കിവിടെ കയറാനുള്ള ഒരു സ്കോപ്പും ഇല്ല, അവർ സസ്പെൻഡ് ചെയ്യും. പിന്നെ അഡ്രസ്സ് അപ്ഡേറ്റ് ചെയ്യാണ്ടപ്പോൾ ചെയ്യാതിരിക്കുക. മീൻസ് അപ്ഡേറ്റ് അഡ്രസ് പ്രൂഫ് ഉണ്ട്. അഡ്രസ് പ്രൂഫ് ഇപ്പം 1 വർഷത്തേക്കൊക്കെയാണ് ഇവിടെ ചില ആൾക്കാരുകൾ കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ ഓണർ തന്നെ നമുക്ക് ചെയ്യും. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഇതിലൂടെ ചെയ്യാൻ പറ്റും. അഡ്രസ്സ് അപ്ഡേറ്റ് ചെയ്യാത്ത സമയത്ത് ചെയ്യാതിരുന്നാൽ നമുക്ക് പ്രശ്നമാവും. പിന്നെ നാട്ടിൽ പോയിട്ട് വരുമ്പം അവർ ചോദിക്കുമ്പോൾ അഡ്രസ്സ് ഇല്ല, അത് കാരണം നമുക്ക് സസ്പെൻഡ് ആവും. പിന്നെ നമുക്ക് വലിയൊരു പ്രശ്നത്തിലോട്ട് എത്തിക്കും. അതുകൊണ്ട് പിന്നെ തെറ്റായ അല്ലെങ്കിൽ വ്യാജരേഖകൾ സമർപ്പിക്കൽ, കള്ള പ്രൂഫ് അല്ലെങ്കിൽ കള്ള രീതിയിൽ തെറ്റായ രീതിയിലൊക്കെ നമുക്കതൊക്കെ തെറ്റിച്ച് നമ്മളെ ഇൻഫർമേഷനും കാര്യങ്ങളും എല്ലാം ചെയ്തു കഴിഞ്ഞാലും ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നതാണ്. പിന്നെ റെസിഡൻസ് പെർമിറ്റ് നിബന്ധനകൾ പാലിക്കാതിരിക്കും. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലോ, ഇവിടെ പോലീസ് കേസ് കാര്യങ്ങൾ ഒക്കെ ആയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്കിവിടെ നിബന്ധന പാലിച്ചില്ലെങ്കിൽ, അതിൻ്റെ ലോ ആൻഡ് റൂൾസ് ഒന്നും പാലിച്ചില്ലെങ്കിൽ നമുക്കത് നല്ല രീതിയിൽ പ്രശ്നം വരും. അപ്പോൾ അതൊന്നും നിങ്ങൾ നോക്കി ചെയ്യുക. ഇതൊക്കെയാണ് മെയിൻ പോയിന്റുകൾ. പിന്നെ സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, യൂണിവേഴ്സിറ്റി എൻറോൾമെൻറ്റ് ആക്റ്റീവ് ആക്കി വെക്കുക, എപ്പോഴും ഓക്കെ ആക്കി വെച്ചിട്ട് മാത്രം പോവുക. പിന്നെ ഫീസ്, അറ്റൻഡൻസ് എല്ലാം കൃത്യമായി നല്ല രീതിയിൽ ചെയ്തു നോക്കുക. അക്കാഡമിക് റിക്വയർമെൻറ്റ്സ് പാലിക്കുക. അത് ചെയ്യാതിരുന്നാൽ വലിയ ഒരു പ്രശ്നം വരേണ്ടി വരും. പിന്നെ അഡ്രസ്സ് മാറിയാൽ അപ്ഡേറ്റ് ചെയ്യുക, അതെല്ലാം നിയമമാണ്.
പിന്നെ TRC എക്സ്പയറി ഡേറ്റ് മുൻകൂട്ടി ശ്രദ്ധിച്ച് റിന്യൂവൽ അപ്ലൈ ചെയ്യുക. ഇതൊക്കെ നേരത്തെ എക്സ്പയറി ആവണമെങ്കിൽ അതനുസരിച്ച് നമ്മൾ നേരത്തെ പോയി അപ്ലൈ ചെയ്ത് പുതിയ കാർഡ് നമുക്ക് വാങ്ങിച്ചു വയ്ക്കുക. അതൊക്കെ എങ്ങനെയാണെന്ന് ഞാനൊരു വീഡിയോ പറയാം. ഞാനതും നിങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ ഗൈസ്. പിന്നെ എല്ലാ ഒഫീഷ്യൽ ഇമെയിൽസ് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻസ് ചെക്ക് ചെയ്യുക. ഒഫീഷ്യലായിട്ട് ഇമെയിൽ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് വെക്കുക. ഇതാണ് മെയിൻ TRCയുടെ സൈറ്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. ഞാനത് കമൻറ്റിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ റിന്യൂവൽ എപ്പോഴെന്ന് വെച്ചാൽ TRC എക്സ്പയർ ആകുന്നതിന് മുമ്പ് തന്നെ റിന്യൂവൽ പ്രോസസ്സ് ആരംഭിക്കുക. ഇപ്പോൾ TRC എക്സ്പയർ ആണെങ്കിൽ നമുക്ക് നേരത്തെ പോയി അവരുടെ അടുത്ത് പറയാം ഇന്ന ഡേറ്റിലാണ് എക്സ്പയർ ആവുന്നത്. അതനുസരിച്ച് അപേക്ഷ വൈകിയാൽ പ്രശ്നം നല്ല രീതിയിൽ ഉണ്ടാകും. അതുകൊണ്ട് അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. പിന്നെ നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അതൊന്ന് ഞാൻ പറഞ്ഞുതരാം. മെയിനായി TRC വാലിഡ് ആണോ നോക്കുക. എന്നാണ് എക്സ്പയറി ആവുന്നത്, ഇപ്പോഴും കറൻ്റ്ലി റണ്ണിങ് ആണോ ഓക്കെ ആണോ എന്നെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നോക്കേണ്ടത് പാസ്പോർട്ട് വാലിഡ് ആണോ അല്ലയോ നോക്കണം. നിങ്ങളെ പാസ്പോർട്ട് ഇനി എക്സ്പയർ ആണോ അല്ലയോ, പിന്നെ അല്ലെങ്കിൽ നാട്ടിൽ പോയി തിരിച്ചു വന്നാൽ അതും സെറ്റാക്കിയിട്ട് വേണം നിങ്ങൾ വരാൻ. ഇല്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നത്തിലെത്തും. പിന്നെ നോക്കേണ്ട യൂണിവേഴ്സിറ്റി ഡോക്യുമെൻറ്റ്സ് റെഡി ആണോ അല്ലയോ എന്നെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. അല്ലെങ്കിൽ വൻ പ്രശ്നത്തിലൂടെ അതും എത്താൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് നോക്കുക. പിന്നെ അഡ്രസ്സ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ, ഇതെല്ലാമാണ് മെയിനായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. പിന്നെ TRC ആപ്ലിക്കേഷൻ പ്രോസസ്സിങ്ങിലാണെങ്കിൽ ഇപ്പോൾ പ്രോസസ്സിങ് ആണെന്ന് ചോദിച്ചാൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് പ്രോസസ്സിങ് ആണ്. യാത്ര ചെയ്യുന്നതിന് മുമ്പ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ബന്ധപ്പെട്ട ചോദിച്ചിട്ട് ഉറപ്പാക്കിയിട്ട് നിങ്ങൾ നാട്ടിലോട്ട് പോവുക. അത് കിട്ടിയിട്ട് പോകണമായിരിക്കും ഏറ്റവും സേഫ്. ഇല്ലാതെ നിങ്ങൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പിന്നെയും നമ്മളത് ബാധിക്കാം. അപ്പോൾ അതും കൂടെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഫൈനൽ അഡ്വൈസ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലെ റൂമേഴ്സ് വിശ്വസിക്കാതെ ജസ്റ്റിസ് ഹൗസ്, പബ്ലിക് സർവീസ് ഡെവലപ്മെൻറ്റ് ഏജൻസി അല്ലെങ്കിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഇൻ്റർനാഷണൽ ഓഫീസിൽ നിന്ന് നല്ല രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങൾ കയ്യിൽ വാങ്ങുക. എന്നിട്ട് മാത്രം നിങ്ങൾ ചെയ്യുക. വേറെ ഒന്നും നിങ്ങൾ വിശ്വസിക്കാതെ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇതാണ് നിങ്ങൾ നാട്ടിൽ പോകണമെങ്കിൽ ഇതൊക്കെ ഒന്ന് ഉറപ്പാക്കിയിട്ട് പോവുക. ഇല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റ് റൂളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പാടാണ്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം. ഒരു മടിയും കൂടണ്ട, ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതാണ്. അപ്പം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. എന്തായാലും ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ട് പോകാൻ നോക്കുക മാക്സിമം. ഇല്ലെങ്കിൽ അത് നല്ല പാടായിരിക്കും നിങ്ങൾക്ക് തന്നെ. അല്ലാതെ വേറെ ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് നാട്ടിൽ പോകും. ഇതെല്ലാം സെറ്റായിട്ടാണ് നിങ്ങൾ നാട്ടിൽ പോകണമെങ്കിൽ നിങ്ങൾക്കൊരു പ്രശ്നമില്ല. തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കയറാം. ഇൻവിറ്റേഷൻ ലെറ്റർ കാര്യങ്ങളെല്ലാം കാണിച്ച് ഇമിഗ്രേഷനിൽ നിങ്ങളെല്ലാം ക്ലിയർ ആവും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ പിടിച്ചു വെച്ച് ഇപ്പം ഭയങ്കര ചോദ്യങ്ങളും കാര്യങ്ങളാണ്. നിങ്ങൾ അവിടെ എയർപോർട്ടിൽ നല്ല ബുദ്ധിമുട്ട് ഇമിഗ്രേഷനിൽ ഏർപ്പെടേണ്ടി വരും. അതുകൊണ്ട് അതൊന്നും വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഇതെല്ലാം ഒന്ന് മാക്സിമം ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് പോകാൻ. അത്രേ എനിക്കുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കൂ, ഞാൻ റിപ്ലൈ തരും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നല്ല യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കണും കൂടെ ഓണാക്കി വയ്ക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.